മലയാളി സ്ത്രീകൾ മലയാളി മങ്കന്മാർ ഗർഭപാത്രം വാനിറ്റി ബാഗിൽ തൂക്കിക്കൊണ്ട് നടക്കുകയാണോ എന്ന് സംശയം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ വഴിക്കെല്ലാം സ്ത്രീകൾ ഗർഭിണികളായി. ഇപ്പൊ 18 പേരുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി ഇത് 180 ആകാം, 1800 ആകാം. ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ്. നമ്മൾ സീരിയൽ കില്ലേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കൊലപാതക ഒരു പരമ്പരയായിട്ട് നടത്തുന്നത് എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇപ്പോഴത്തെ ആരോപണം പരമ്പരയായിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ചു, അല്ലെ സ്ത്രീകളെ ഗർഭിണിയാക്കി. ഇപ്പൊ പീഡിപ്പിച്ച് നല്ല പറയുന്നത്, ഗർഭിണികളാക്കിയെന്നാണ്. അതൊരു മോശം കാര്യമായിട്ട് ആരാ കാണുന്നതെന്ന് എനിക്കറിയില്ല. അത്രയും ഗർഭപാത്രം റെഡിയായിട്ട് തുറന്നു കൊടുത്തുകൊണ്ടാണല്ലോ ഗർഭിണികളായത് അവര്. അതിന് മാങ്കൂട്ടത്തിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു മലയാളികളുടെ കണ്ടുപിടുത്തത്തെ പറ്റി. ലോകത്ത് ഒരു രാജ്യവും ഇന്ന് വരെ കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. അതിലൊന്നാണ് ലോട്ടറി. ലോട്ടറി ഭാഗ്യാന്വേഷികളായ മനുഷ്യർ ലോട്ടറി മേടിച്ച് ധനവാന്മാരാകാനുള്ള വിദ്യ ആദ്യം ഇറക്കിയത് മലയാളികളാണ്. രണ്ടാമത്തെ നോക്കുകൂലി. ആരെങ്കിലും വണ്ടിയിൽ ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് ഇറക്കി വെച്ചാൽ കുറച്ച് പേര് അപ്പുറത്ത് മാറി നിന്ന് നോക്കും, അവർക്ക് അതിൻ്റെ കൂലി വേണം നോക്കുന്നതിന്. ഇത് കണ്ടുപിടിച്ചത് മലയാളികളാണ്. മൂന്നാമത്തെ ബന്ദ്, ഹർത്താൽ എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുക. ആൾക്കാർ വഴിക്കിറങ്ങി യാത്ര ചെയ്യാൻ പാടില്ല, കടകമ്പോളങ്ങൾ തുറക്കാൻ പാടില്ല, കച്ചവടങ്ങൾ ചെയ്യാൻ പാടില്ല, വണ്ടികൾ ഓടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഈ കണ്ടുപിടുത്തം നടത്തിയത് മലയാളികളാണ്. അല്ല, ഇതുകൊണ്ടൊക്കെ പല ഗുണങ്ങളുണ്ടായിട്ടുണ്ടോ? ഇവിടെ ആർക്കും ഒന്നും തൊഴിലില്ലാത്തതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മറ്റുള്ള രാജ്യക്കാർക്ക് നമ്മളുടെ സേവനം കിട്ടുന്നുണ്ട്, അത് വേറെ. നാലാമത്തെ, വെറും 2 വർഷം, ഒരാൾക്ക് 80 വയസ്സ് ആയുസുണ്ടെന്ന് വിചാരിക്കും. വെറും 2 വർഷം 18ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി 2 വർഷം ജോലി ചെയ്താൽ 60 വർഷക്കാലം വീട്ടിലിരുന്ന് പൈസ മേടിക്കാം, പെൻഷൻ. ആ സ്കീം നടപ്പിലാക്കിയത് നമ്മുടെ നാടാണ്. കാരണം വാനരന്മാരെ ഭരിക്കുന്നത് മരപ്പട്ടികളാണ്. അപ്പം വാനരന്മാരത് അനുവദിച്ചു കൊടുക്കും. മറ്റുള്ള രാജ്യങ്ങളിൽ മനുഷ്യരുള്ളിടത്തുനിന്ന് ഇതൊന്നും അനുവദിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനത്തെ ഈ സമ്പ്രദായം മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊന്നും ഇല്ലോ. അവിടെയൊക്കെ മര്യാദയ്ക്ക് എല്ലാവർക്കും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റും. അല്ല ഇവിടുത്തെ കണക്ക് ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടന്നാലോ ലോട്ടറി മേടിച്ചാലോ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തതാണ് 5ാമത്തെ കണ്ടുപിടുത്തം. എന്താണ് ഇതിനകത്ത് കണ്ടുപിടുത്തം? പരാതിക്കാരില്ല. ഒരു കേസ് എടുക്കുന്നു, എന്നിട്ട് പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ച് പോലീസ് രാജ്യമെമ്പാടും നടക്കുക. ഉണ്ട് അക്കരെ 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 എന്നുള്ള സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നു. നെടുപടി വേണം ഇപ്പുറത്തോട്ട് സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നടക്കും. സാധനം കയ്യിലുണ്ട് ചില പരാതിക്കാരുണ്ടോ ഗർഭിണികളുണ്ടോ മാങ്കൂട്ടത്തിന് ഗർഭം ധരിച്ചവരുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു സിസ്റ്റം. എന്തൊരു ജനത, എന്തൊരു നാട്, എന്തൊരു ഭരണം! ഇതിനൊക്കെ ഉത്തരവാദികൾ ഭരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയുള്ളവന്മാരെ ഭരിക്കാൻ തിരഞ്ഞെടുക്കുന്നവർ ഇതിലും കഷ്ടമാണ്. ഡെമോക്രസിയിൽ ജനതകൾക്ക് പറ്റിയ ഗവൺമെന്റ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. നല്ലവരാരിലും നിന്ന് ഇവന്മാരൊന്നും വോട്ട് ചെയ്യത്തില്ല. എം മണിയെ പോലുള്ളവരെയും ശശീന്ദ്രനെ പോലുള്ളവരെയും ജനങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഹോട്ടലിലേക്ക് നമ്മുടെ സ്വപ്ന സുരേഷിനെ ക്ഷണിച്ചു, പരാതിയുണ്ട്, കേസില്ല. രാഹുൽ മാങ്കൂട്ടം ആണെന്ന് പറയുന്നില്ല, ഒരു കോൺഗ്രസ് നേതാവ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്നതിന് പരാതി, അല്ല പോലീസ് കേസ്.
എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു സംസാരം നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചില വിദ്വാന്മാരെ പറ്റി പറയുമായിരുന്നു, നോക്കി ഗർഭം ഉണ്ടാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ നോക്കി ഗർഭം ഉണ്ടാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലേ പോയാലും ഗർഭമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പലരും പറയുന്ന, സ്ത്രീകളൊക്കെ പറയുന്നത്, കോൺഗ്രസിലെ തന്നെ നമ്മുടെ പല സ്ത്രീകളും പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഇത്രയും കാലം കയറ്റിക്കൊണ്ടിരുന്നവരാണ് ഇപ്പൊ പറയും. ഇനി വേറെ സ്ത്രീകൾ പറയുന്നു, ആദ്യത്തെ സ്ത്രീ ഗർഭം അലസി, രണ്ടാമത്തെ ഗർഭം അലസിപ്പിക്കാനായിട്ട് ആദ്യത്തെ സ്ത്രീയും അതിന്റെ ബന്ധുവും സഹായിച്ചു, അങ്ങനെ 18 പേരും ഗർഭം അലസിപ്പിച്ചെന്നാണോ ഇപ്പൊ പറയുന്നത്. അല്ല, ഇവരൊക്കെ എന്തിനാ ഗർഭം അലസിപ്പിക്കാൻ പോയത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവരൊക്കെ ഈ ഗർഭപാത്രം വാനിറ്റി ബാഗിന്റെ അകത്ത് തൂക്കിക്കൊണ്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഗർഭമാകും. ഏറ്റവും പരിതാപകരമായ കാര്യം, പോലീസ് ഇതുവരെ മൊഴിയെടുപ്പിലേക്ക് കടന്നിട്ടില്ല. കാരണം ആരുടെ മൊഴിയെടുക്കുമെന്ന് അവർക്കറിയത്തില്ല, പരാതിക്കാരില്ലല്ലോ. അപ്പൊ എങ്ങനെയാലും പരാതിക്കാരെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവരുടെ മൊഴിയെടുക്കാനായിട്ട് ഓടിപ്പഞ്ഞ് നടക്കുക. ഇതിലും കഷ്ടം ഈ റിപ്പോർട്ടർ ചാനലാണ് ഇതിന് മുൻപന്തിയിൽ നിന്ന് ഈ നാറ്റിക്കാനായിട്ട് ഓരോരുത്തർ. എന്നിട്ട് റിപ്പോർട്ടർ ചാനലിനകത്ത് നടക്കുന്ന പീഡനത്തെപ്പറ്റി ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരു പത്രപ്രവർത്തക അവിടുന്ന് രാജിവെച്ച് പോയി, പീഡനം സഹിക്കുക വയ്യാതെ. അഞ്ജലി അനിൽകുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തക ഇപ്പൊ പേര് പറഞ്ഞിരിക്കുന്ന ഇന്നയാളാണ് അവളെ ഹരാസ് ചെയ്തത്. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും കോലാഹലം ഉണ്ടോ? റിപ്പോർട്ടർ ചാനൽ ഈ കാര്യം പറയുന്നേയില്ലല്ലോ. ഇങ്ങനത്തെ തരംതാണ ഒരു സൊസൈറ്റി, സമൂഹമാണ് കഴിഞ്ഞ 75 വർഷമായിട്ട് കേരളത്തിന് വാർത്തെടുക്കാൻ പറ്റി. അത് ഈ വിളിച്ച് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നവരുടെ അവിടെ തന്നെ എല്ലാം നടക്കുന്നു. അതിലും കഷ്ടമായത്, ആ കുട്ടി HR-ന്റെ അടുത്ത് പരാതിപ്പെട്ടപ്പം മുഖത്ത് പോലും നോക്കാതിരുന്നത് പറഞ്ഞ HR, നിന്റെ പരാതി എന്ത് പരാതി, ആർക്കെതിരെ പരാതി? ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ, അവരോടൊക്കെ പറയുന്ന മറുപടി, മെസ്സേജുകൾ, ചില കമൻറ്റുകൾ, അതൊക്കെ എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടല്ല, ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവർ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പേരിനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അയാളെപ്പോലുള്ളവർ സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന്. അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും. കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല, ആരോടും ചെയ്യാൻ പാടില്ല. എനിക്ക് ഇത് മനുഷ്യനെ എല്ലാവർക്കും ഇപ്പൊ ഒരു പക്ഷം ചേരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർക്കൊരു നിഷ്പക്ഷ മനസ്ഥിതിയില്ല, അതാണ് പ്രശ്നം. എല്ലാവരും ആരോടെങ്കിലും ചേർന്ന് നിൽക്കും. ഒന്ന് ജാതിയോട്, ഇല്ല മതത്തോട്, ഇല്ല പാർട്ടിയോട് എന്തെങ്കിലുമായിട്ട് ചേർന്ന് നിൽക്കുക. അവരൊക്കെ എന്ത് ചെയ്താലും അതിന് കണ്ണടയ്ക്കുക, അല്ലേ ഒന്നും പറയാതിരിക്കുക. ഞാൻ ധർമ്മസ്ഥലത്തെ അന്വേഷണത്തെ പറ്റിയും നമ്മുടെ ഗോവിന്ദച്ചാമി ചാടിപ്പോയതിനെ പറ്റിയും നവീൻ ബാബു കൊല്ലപ്പെട്ടതിനെ പറ്റിയും ഒക്കെ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു തിരക്കഥ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അന്വേഷിക്കാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കണം, എന്ത് പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഒരു തിരക്കഥ ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവിടെ ഇവിടെ ഓരോന്ന് പറഞ്ഞ് ചാനലുകാരെ ഏറ്റെടുത്തിട്ട് അത് കൊട്ടിഘോഷിച്ച് ഇങ്ങനെ ഒരു പെരുമ്പറ മുഴക്കുന്ന രീതിയിൽ, ഇതെല്ലാം ഒരു തിരക്കഥയുടെ ഭാഗമാണ്. സിനിമയിലൊക്കെ കഥ എഴുതുന്നവരെ കൊണ്ടായിരിക്കും ഇതൊക്കെ എഴുതിക്കുന്നത്. ഇതൊക്കെ കേട്ട് ഇതിന് പുറകെ പോകാൻ പാടില്ല ജനങ്ങൾ, പൊതുജനങ്ങൾ ഇത് കേട്ട് ഇന്ന് പറയുന്നത് കേട്ടു അത് വിശ്വസിച്ചു, നാളെ മറ്റൊന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കും, മറ്റന്നാൾ വേറൊന്ന് കേൾക്കുമ്പോൾ അതും വിശ്വസിക്കും. നിങ്ങൾ കേട്ടോ, വിശ്വസിക്കണമെന്നില്ല. ഇന്ന് അത് കഴിഞ്ഞ ഒരാളെ വിലയിരുത്തരുത് ഇതിൻ്റെ പുറത്ത്. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.